ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സമയം ഇപ്പോൾ 3 മണിയായി. മക്കൾ ക്ലാസ് വിട്ട് വരുന്ന നേരം കൊണ്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചക്ക വെച്ച് ചക്കട ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ ചക്ക 2 പീസ് ചെറുതാണ് ഉള്ളത്. അതിൽ നിന്ന് ഏകദേശം ഒരു 30 ചോളയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മധുരം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല കേട്ടോ, ഭയങ്കര മധുരമല്ല. ശരിക്കും നല്ല പഴുത്ത് നല്ല മധുരമുള്ള ചക്ക എടുത്താലാണ് അടയ്ക്ക് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ നമുക്ക് കിട്ടിയത് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ആദ്യം തന്നെ മിക്സിയിലിട്ട് നന്നായി നരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് ശർക്കര കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ 5 ശർക്കരയുടെ പീസ് ഇതുപോലത്തെ എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊടിച്ചിട്ട് അതിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ നമുക്കത് ഉരുക്കുന്ന നേരം കൊണ്ട് അരിപ്പൊടി ഞാനിവിടെ അളന്നൊന്ന് വെക്കുന്നുണ്ട്. നമ്മളൊരു 30 ചോള ചക്കയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം 1.5 കപ്പ് അരിപ്പൊടി മതിയാവും. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതെനിക്ക് എണ്ണം കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 30 ചോള എടുക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് മതിയാവും കേട്ടോ അരിപ്പൊടി. കൂടുതലായാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അരിപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിലേക്ക് വരും. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ 1 കപ്പ് നാളികേരം ചിരുവിയത് കൂടി ചേർത്ത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാം. ശർക്കര നന്നായി ഉരുകി പാകമായിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കണം. അരിച്ചിട്ട് ഒഴിക്കുക, കരടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ചക്കയുടെ പേസ്റ്റ് നമ്മൾ ചേർത്തും കൂടി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാവ് കുഴച്ച് സെറ്റാക്കി വെച്ച ശേഷം നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. വാഴയിലയിൽ നമുക്ക് ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ എടനയുടെ ഇലയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ 2 രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു പീസ് വാഴയില എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ മാവ് വെച്ച് കൊടുത്ത് നന്നായി കനം കുറച്ച് പരത്തിയെടുക്കുക. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതുപോലെയാണ് പരത്തിയെടുത്ത് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന രീതി. അതുപോലെ നമ്മൾ ചെയ്യണത്. നിങ്ങൾ ഓരോരുത്തരും പല രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവും, പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉള്ള ടിപ്സൊക്കെ എന്നോട് പറയാനാട്ടോ, ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഈ ഒരു ഇലയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇലയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. ഏട്ടനില ഇല എന്ന് പറയും, നല്ല മണമാണ്. കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നാറ് ഈ ഒരു ഇലയിൽ ചക്കട ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ ഇത് കുറച്ച് ഏരിയ ഉള്ളപ്പോൾ കുറേ ഉണ്ടാക്കണം നമ്മൾ, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നല്ല കനം കുറച്ച് നല്ലതായിട്ട് പരത്തിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായി ആവിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഒരു 8 മിനിറ്റ് ഒരു സൈഡ് വെക്കും. അത് കഴിഞ്ഞാൽ തിരിച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റും കൂടി വെക്കും. നമ്മൾ ഏട്ടനയുടെ ഇലയിൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടാവില്ല, കട്ടിങ് കുറവാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവും. അങ്ങനെ നമ്മുടെ അട റെഡി ആയി സെറ്റായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട് അട ഉണ്ടാക്കിയത്. പിന്നെ ചക്കയുടെ ഫ്ലേവർ കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല പഴുത്ത നല്ല വരിക്ക ചക്കയൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയേനെ. എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. അങ്ങനെ മക്കൾ 2 പേരും ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ പ്ലേറ്റിലാക്കി സെറ്റാക്കി വെക്കുകയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് 2 ആൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ചക്ക നമുക്ക് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഉണ്ടാക്കുന്നൊരു പലഹാരം ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ആട്ട നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ചക്കട ഉണ്ടാക്കൽ കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ചക്ക കിട്ടുകയാണെങ്കിൽ അടുത്ത വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ഒന്നല്ല, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു മാത്രം. ഇനി എന്തായാലും ഞാൻ അടയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ച പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ വേഗം കഴുകിയൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റൗവിൽ ഞാൻ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, രാവിലെ ഉണ്ടാക്കിയ ചോറ്. അതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒക്കെ ചൂടാക്കി വെക്കുകയാണ്. ബീഫും കപ്പയും കൂടിയിട്ടാണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചൂടാക്കി വെക്കുകയാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് ചോറ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കുക്കറിൽ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം സെറ്റാക്കി ഒക്കെ വെച്ചിട്ട് ഞാൻ പോന്നു. കുറച്ച് നേരം ഇരുന്ന് പുറത്ത് വന്നിരുന്ന് നമ്മുടെ എംബ്രോയിഡറി പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ബാക്കിയൊന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ഡേ ഒരു 3 തുന്നലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3 പഠിച്ചതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. റണ്ണിങ് സ്റ്റിച്ചും, ബാക്ക് സ്റ്റിച്ചും, ചെയിൻ സ്റ്റിച്ചും. അതിന് ശേഷം ഞാൻ അന്നത്തെ ദിവസം തന്നെ സ്റ്റെംപ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിരുന്നു കേട്ടോ. 4ാമത്തത് അതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടുലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് വരണം, ടുലിപ്പ് പൂക്കളുടെ ഡിസൈൻ പോലെ വരുന്നൊരു സ്റ്റിച്ചാണത്, അതാണ് പഠിച്ചത്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലൈയിങ് സ്റ്റിച്ച് എന്നാണ് സ്റ്റിച്ചാണ്. ഇതൊക്കെ ഞാനങ്ങനെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, പെർഫെക്ഷൻ ആയിട്ടൊക്കെ വരണുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ആകെ പണ്ട് പഠിച്ചതാണ്, പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി കുറവൊക്കെ ഉണ്ടാവും. എന്നാലും
ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് പഠിക്കുന്നത്. ഞാനങ്ങനെ ഓരോ സ്റ്റിച്ചായിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരുന്നപ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കൊതുകടി. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കൊതുകൾക്ക് എന്തോ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ എവിടെ ചെന്നിരുന്നാലും എന്നെ കടിച്ച് ലെവലാക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അത് ഞാൻ അകത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ കുറച്ചധികം ലൈൻ ഇങ്ങനെ വലുതാക്കി വരച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ചെയ്ത് ഇങ്ങനെ മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ ഒരുവിധം ക്ലിയർ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ വരച്ചിരിക്കുന്നത്. പക്ഷേ ചെയ്യുമ്പോൾ ഇടയിൽ തെറ്റും. പിന്നെ ഞാൻ ഇടയിൽ വെച്ചിട്ട് ഫുള്ളും ഊരിയൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ സമയം പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തിൽ എനിക്കൊരു 3 തുന്നലൊക്കെയാണ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ തുന്നലിങ്ങനെ പഠിച്ച് വരുമ്പോഴേ ആദ്യത്തെയൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അത് കഴിയുന്തോറും ടഫായിട്ടുള്ളത് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വേണം. ഇനി ഞാൻ പഠിക്കുന്നത് ക്രോസ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടില്ല, ഇങ്ങനെ പേര് സൂചിപ്പിക്കുന്ന പോലെ ക്രോസ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഈസി ആയിരുന്നു, പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വന്നു. പക്ഷേ എനിക്കിപ്പോഴും ആ എംബ്രോയിഡറിയുടെ സ്റ്റിച്ച് ഇത്തിരി കൂടി നേരം ഒന്ന് ചെയ്യണത് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും ആരംഭത്തിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എല്ലാ കാര്യത്തിനും ഭയങ്കര തിരക്കിൽ ഞാനിങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസം ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ പകുതിക്ക് നിർത്തും. അപ്പോൾ ഇതിങ്ങനെ നിർത്തല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ ഞാൻ അടുത്ത സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. അപ്പോൾ അതിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ തോന്നുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഈ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അത് ബോർഡറിലൊക്കെ തയ്ക്കുന്ന സ്റ്റിച്ചുകളാണ്. തുണിയുടെ അരികത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുഞ്ഞുങ്ങളുടെയൊക്കെ ബ്ലാങ്കറ്റുകളൊക്കെ പണ്ട് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ അരികത്ത് ഈ ഒരു ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 400-ൽ പരം ഡിസൈൻ നമുക്ക് എംബ്രോയിഡറി സ്റ്റിച്ചിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോന്നും പഠിച്ചെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ചിലതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ തയ്ക്കാനിരിക്കും, മോൾ അവിടെ പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ഡിസ്ട്രാക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പോൾ അവൾ വന്നിട്ട് ഓരോന്നും എന്താണ് പേര്, അതിൻ്റെ പേരൊക്കെ ഞാൻ എഴുതി തരാം, ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയാം. കാരണം കളർഫുള്ളായിട്ട് ഇങ്ങനെ കുറേ നൂലുകൾ കൊണ്ട് തുന്നിയത് കാണുമ്പോൾ കുട്ടികൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്, ഇത് എന്താ സംഭവം. അപ്പോൾ അവൾക്കും ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഇഷ്ടം. ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ പഠിക്കാമായിരുന്നോ എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മാറിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് തയ്ക്കുമ്പോൾ അവളിതിങ്ങനെ നോക്കിയിരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ തയ്ച്ച് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് നേരം തയ്ച്ച് ഇങ്ങനെ ഇരുന്നു. നാളെ തൊട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. കാരണം നമ്മൾ കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് സ്റ്റിച്ചസും കൂടി ഇങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെറിംഗ് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് ഒരു ക്രോസ് സ്റ്റിച്ചിൻ്റെ തന്നെ വേറൊരു വേരിയേഷനാണ് ഈ വരുന്നത്. ഞാനിപ്പോൾ ആദ്യം ഞാനൊരു 3 ഇഴ നൂലിട്ടിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ 6 ഇഴ നൂലിൽ കട്ടിയിൽ തന്നെയാണ് ചെയ്യണേ കേട്ടോ. കാരണം കട്ടിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നി. പിന്നെ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി പറ്റുന്നത് കട്ടിയിൽ നൂലിടുമ്പോഴാണ്. അങ്ങനെ ആ ഒരു സ്റ്റിച്ചും പഠിച്ച് കംപ്ലീറ്റ് ആക്കി. അടുത്തത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നിയ ഒരു സ്റ്റിച്ചാണിത്. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഫെദർ സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്രത്യേക ഡിസൈനിലെ പോണേ. സംഭവം പഠിച്ചെടുക്കുക ഈസിയാണ് കേട്ടോ. പക്ഷേ അതിൽ നേരത്തെ ഒരു കൺഫ്യൂഷൻ വരും അത് നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് വീണ്ടും അഴിച്ച് ആദ്യം പൂതിയൊക്കെ ഞാൻ തയ്ച്ചു. എന്നിട്ടാണ് പിന്നെ ഇത് പഠിച്ചത്. ഇത് 3 ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സ്റ്റിച്ചുകൾ ഒറ്റ ലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചില സ്റ്റിച്ചുകൾ 2 ലൈൻ വേണം, ചിലത്തിൽ 3 എണ്ണം. നമ്മളിതിലൊക്കെ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ലൈനൊന്നും വരയ്ക്കാതെ തന്നെ സ്റ്റിച്ചുകൾ ചെയ്യുന്ന കാണാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് വരച്ചതെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു സ്റ്റിച്ചുകളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ അത്ര എക്സ്പേർട്ടല്ല. അതുകൊണ്ട് ലൈനൊക്കെ വരച്ച് കറക്റ്റ് ചെയ്താലും ചിലപ്പോൾ അളവുകളൊന്നും അത്ര കറക്റ്റ് ആയിട്ടില്ല ഞാൻ ചെയ്യുന്നത്. നന്നായി ചെയ്യാൻ അറിയുന്നവരുടെയൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ നല്ല കറക്റ്റായിട്ട് വരും. അളവൊക്കെ അങ്ങനെ കണ്ണുകൊണ്ട് തന്നെ കണക്കൂട്ടി മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പഠിച്ചു തുടങ്ങണമല്ലോ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരിത്. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് ഓരോന്നും ഇങ്ങനെ തീർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാട്ടോ. അപ്പോൾ ഇനി നാളെ ഏതൊക്കെ ചെയ്യണമെന്നിങ്ങനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ലൈനും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചു. സൂചിയിൽ നൂലൊക്കെ കോർത്ത് നമ്മുടെ ഇതൊക്കെ സെറ്റാക്കി ഞാൻ ഇന്നത്തെ നമ്മുടെ എംബ്രോയിഡറി പഠനം അവസാനിപ്പിച്ചു. അങ്ങനെ 8 മണിയായപ്പോൾ ഞങ്ങൾ പ്രയർ എത്തിക്കുന്ന ടൈമാണ്. പ്രയർ എത്തിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിന്നർ കഴിക്കുന്നത്. അന്നത്തെ ദിവസം ഡിന്നറിന് കപ്പയും ബീഫും ആയിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയും ബീഫും കഴിക്കുമ്പോൾ ബീഫിൽ നല്ല നെയ്യ് ഉണ്ടാകുമ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് ആകുമ്പോൾ കഴുകി കളയാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു ഐഡിയ തോന്നി, ഇങ്ങനെ ഒരു വാഴയിലയുടെ പീസ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ പാത്രം കഴുകാൻ എളുപ്പപ്പണിയാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയനെ എന്തായാലും ഞാൻ എപ്പോഴും ട്രൈ ചെയ്യും. ഇത് ആദ്യമേ എന്താ തോന്നാതിരുന്നേ ഞാൻ ആലോചിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ സിനിമ OTTയിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പടക്കളം എന്ന് പറഞ്ഞ മൂവി കണ്ടു. ഹോട്ട്സ്റ്റാറിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി മൂവി ആട്ടെങ്കിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഉണ്ട്, അതുപോലെ കുറേ തമാശയൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് നല്ല ഇഷ്ടമാവും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു മൂവി ഞങ്ങൾ പകുതി കണ്ടിട്ടുണ്ടായിരുന്നു തലേദിവസം.
അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഞങ്ങൾ പിറ്റത്തെ ദിവസമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. തന്നെ കഴുകി വയ്ക്കാനും അതോടൊപ്പം തന്നെ വെള്ളയപ്പത്തിനുള്ള മാവിന് വേണ്ടിയിട്ടുള്ളതൊന്ന് അരയ്ക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അടുത്ത ദിവസം വെള്ളയപ്പാണ് ഉണ്ടാക്കണേ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെച്ചതൊക്കെ ഒന്ന് തുടച്ചിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കാരണം എല്ലാം ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ ബാസ്ക്കറ്റിൽ വെച്ചാൽ കുറച്ചധികം സമയം കൊടുത്തല്ല വെള്ളം മാർന്നു പോയി നന്നായിട്ടൊക്കെ ഉണങ്ങും. പക്ഷേ നമ്മൾ ചിലപ്പോൾ 4 മണിക്കൊക്കെ കഴുകി വെച്ച പാത്രമൊന്നും ചിലപ്പോൾ മുഴുവൻ ഉണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല ചില സമയത്ത്. പിന്നെ ചൂടില്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുത്ത് ചിലപ്പോൾ തുടച്ചിട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും. എന്നാലും ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഉപകാരമായി. കാരണം ആദ്യം ഇവിടെ ചെറിയ കുറേ ട്രേകളും അങ്ങനത്തേക്ക് വെച്ചിരുന്നത്, പക്ഷേ അതൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ കുറേ പേര് വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് വെള്ളയപ്പത്തിന് മാവ് അരച്ചെടുക്കാറെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ സാധാരണ വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് വെള്ളയപ്പം എപ്പോഴും അങ്ങനെ അരച്ചെടുക്കാറുള്ളത്, പച്ചരി കുതിർത്തിട്ടല്ല. അപ്പോൾ ആ ഒരു രീതി പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് ചോദിച്ചിരുന്നു. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരു പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് 2 കപ്പ് മതിയാവും. ഇതിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരം ചിരുവിയത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 കപ്പ് ചോറും. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണോളം തന്നെ ഈസ്റ്റും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പച്ചരിയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും അതിൽ ഇതുപോലെ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് അവിടെ അങ്ങനെ വെക്കുക. രാവിലെ നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന്. നമ്മൾ അരിപ്പൊടി എടുത്ത് വെക്കണോണ്ട് തന്നെ ചിലപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മാവ് ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പച്ചരിയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പച്ചരി കുതിർന്ന് കെടുക്കാനുള്ള അത്രയും വെള്ളം മാത്രം വെച്ചാൽ മതി. കാരണം നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമായാലും അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വൈകുന്നേരം മുഴുവൻ അവിടെ ഇരിക്കട്ടെ. ഏകദേശം വൈകുന്നേരം ഒരു 6 മണിക്കൂറും ഇപ്പോൾ രാവിലെ ഒരു 2 മണിക്കൂറും വയ്ക്കുക. മൊത്തം 8 മണിക്കൂറാണ് ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം. അങ്ങനെ രാവിലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 5 മണിക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ മാവ് ഈ രീതിയിൽ ഇങ്ങനെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ മാവിനെ നമ്മൾ അരച്ചെടുത്ത് ഒരു 2 മണിക്കൂറും കൂടി വെച്ചാലാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള പാകത്തിലാവുള്ളൂ. വൈകുന്നേരം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ നേരമില്ല, അല്ലെങ്കിൽ രാവിലെ അത്ര നേരത്തെ എഴുന്നേൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഈ മാവിൻ്റെ അരക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. മൊത്തം 8 മണിക്കൂറാണ് ഈ ഒരു പ്രൊസീജിയറിന് ആവശ്യം. അതനുസരിച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ ഞാൻ ഈ മാവിനെ നന്നായിട്ട് മിക്സിയിൽ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ബാറ്റർ ലൂസാക്കി എടുക്കാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിൻ്റെ പോലെയല്ല, അതിനെക്കാട്ടും കനം കുറച്ച് വേണം നമ്മൾ വെള്ളയപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ നമ്മൾ കുറച്ചൊന്ന് ഉണ്ടാക്കി വെക്കണം, എന്നാലാണ് ഇതിൽ ആവശ്യത്തിന് ഒഴിക്കാൻ പറ്റുള്ളൂ. വെള്ളം ഒഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കനം കുറഞ്ഞ തേങ്ങാപ്പാലായാലും പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് അരച്ച് എടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ ആവി വരുന്ന പോലെ ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവ് കലക്കിയ പാത്രം കയറ്റി വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത്. അപ്പോൾ ഇതിൽ കയറ്റി വെച്ചാൽ എയർ ടൈറ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കും. ആവി വരുമ്പോൾ പെട്ടെന്ന് തന്നെ മാവ് വീർത്ത് കിട്ടും. പിന്നെ മാവ് ഞാൻ ഈ കാണുന്ന രീതിയിൽ കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കനം കുറഞ്ഞിട്ടുള്ള വെള്ളയപ്പമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കുറയുമ്പോൾ വെള്ളയപ്പത്തിന് കട്ടി വരും. അപ്പോൾ കട്ടിയിലുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കുഴപ്പമില്ല. ഞങ്ങൾക്ക് സോഫ്റ്റായിട്ട് കനം കുറഞ്ഞ ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു കയ്യിൽ കോരി ഒഴിച്ചിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ചെയ്യാം. ഞങ്ങൾക്ക് അധികം അങ്ങനെ സെൻറ്ററിൽ വെക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ കാണുന്ന രീതിയിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ ചൂട് കറക്റ്റ് ആയിരിക്കണം. വല്ലാതെ ചൂടായ വെള്ളയപ്പത്തിൻ്റെ ഷേപ്പ് ഒന്നും കിട്ടില്ല കറക്റ്റായിട്ട്. വല്ലാതെ കുറഞ്ഞു പോയാലോ വേവ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് നോക്കിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പ്രത്യേകത, ഏത് മാവുകൾ അരയ്ക്കുമ്പോഴും ക്ലൈമറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്തത്തെ ചൂടും തണുപ്പൊക്കെ അനുസരിച്ച് മാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചതിൻ്റെ കാര്യം. ആ ഒരു ആവശ്യത്തിനുള്ള ചൂട് കിട്ടി ആ ഒരു മാവ് നല്ലതായിട്ട് സെറ്റ് ആവാനാണ്. കാരണം ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ മഴയായതുകൊണ്ടും തണുപ്പാവുമ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് കറക്റ്റ് വീർത്ത് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ പെട്ടെന്ന് തന്നെ മാവ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ മാവ് അധികമായെങ്കിൽ പതുക്കെ അതൊന്ന് കോരി മാറ്റി നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഈ കാണുന്ന രീതിയിലാണ് അടുത്ത ദിവസം ഉണ്ടാക്കി സെറ്റായിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.